പെന്റഗൺ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇറാനിൽ തീ തുപ്പാൻ US ബോംബറുകൾ ഇറങ്ങുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. അറബന്മാർക്ക് നിർദ്ദേശം പോയിരിക്കുന്നത് വ്യോമപാതകൾ അടച്ചു പൂട്ടണമെന്നാണ്. അതായത് ഇറാന് മേൽ സർവ്വശക്തിയും എടുത്ത ആക്രമണത്തിന് അമേരിക്ക തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെയും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യൂറോപ്യന്മാർ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് മുകളിലൂടെ തങ്ങളുടെ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ആ വഴി പറക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അവിടുത്തെ വിമാന കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള, അതായത് US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധം അതൊരു ഘോര യുദ്ധത്തിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത്. മണിക്കൂറുകൾ മാത്രമാണ് ഇറാന് മുന്നിലുള്ളത് എന്നുള്ള വിവരവും കൂടി പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ എന്താണ് അമേരിക്ക ഇറാനിൽ ഏത് രീതിയിലുള്ള ആക്രമണമാണ് ഇനി നടത്താൻ പോകുന്നത് എന്നുള്ള ആശങ്കയാണ് ഉയരുന്നത്. ഇപ്പോൾ തന്നെ ടെഹ്റാൻ ഉൾപ്പെടെ പല മേഖലകളും തകർത്തു കഴിഞ്ഞിട്ടുണ്ട് അമേരിക്ക. അതിശക്തമായ ആക്രമണമാണ് ഇറാനിലേക്ക് US സൈന്യം നടത്തിയത്. ഇതുകൂടാതെ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ചില രഹസ്യങ്ങൾ അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ചില കേന്ദ്രങ്ങൾ, പർവ്വതങ്ങൾക്കടിയിൽ ഉൾപ്പെടെ ചില രഹസ്യ സങ്കേതങ്ങൾ ഇറാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ രഹസ്യ താവളങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ അമേരിക്ക ചൂഴ്ന്നെടുത്തിരിക്കുന്നത്. ഇവിടെ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. അതായത് US ബോംബറുകൾ തലങ്ങും വിലങ്ങും ഇറാന്റെ രഹസ്യ താവളങ്ങളിൽ ആക്രമണം നടത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ. പശ്ചിമേഷ്യ അശാന്തമാകും എന്നുള്ളതാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല എന്നും സർവ്വശക്തിയും എടുത്താണ് അമേരിക്ക ഇനി ആക്രമണം നടത്താൻ പോകുന്നതെന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ഇപ്പോൾ അറബന്മാർ അവരുടെ അതിർത്തികൾ സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. ഇതുകൂടാതെ വ്യോമപാതകൾ അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് കൂടി ചില അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുകയാണ്. US-ഉം ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ അതിരൂക്ഷമായ സാഹചര്യത്തിൽ UAE, ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ വ്യോമപാതകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ യൂറോപ്യൻ വിമാന കമ്പനികൾക്ക് കടുത്ത മുന്നറിയിപ്പ്. യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയാണ് സാധാരണക്കാരായ യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. മേഖലയിലെ ആകാശപാതകളിൽ വൻ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് ജൂലൈ 29 വരെ ഈ സർക്കുലർ പ്രാബല്യത്തിലുണ്ടാകുമെന്നാണ് വിവരങ്ങൾ. എന്നാൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തി ആവശ്യമെങ്കിൽ തീയതി നീട്ടാനോ മാറ്റം വരുത്താനോ സാധ്യതയുണ്ട്. UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങൾക്ക് മുകളിലൂടെയുള്ള എല്ലാത്തരം വിമാന സർവീസുകൾക്കും വിലക്ക് ബാധകമായിരിക്കും. യൂറോപ്യൻ വ്യോമയാന നിയമങ്ങൾക്ക് കീഴിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്കും EASAയുടെ അംഗീകാരത്തോടെ യൂറോപ്പിലേക്ക് സർവീസ് നടത്തുന്ന മറ്റ് അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്കും ഈ നിർദ്ദേശം നിർബന്ധമാണ്. വടക്കൻ ഗൾഫ് മേഖലയിലെയും യൂറോപ്യൻ കടലിലെയും സൈനിക നീക്കങ്ങൾ വിമാനങ്ങൾക്ക് ഭീഷണിയാണെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ ധാരണകൾ കാറ്റിൽ പറത്തി ഇരു രാജ്യങ്ങളും തമ്മിൽ ആക്രമണം കടുപ്പിച്ചതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും ഇതിന് തിരിച്ചടിയായി US നടത്തുന്ന സൈനിക നീക്കങ്ങളും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ പ്രമുഖ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന്റെ ഭാഗത്തു നിന്നും മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇത്തരത്തിൽ അയക്കുന്ന മിസൈലുകളും ഡ്രോണുകളും വ്യോമപാതയിലൂടെ കടന്നു പോകുന്നത് സാധാരണ വിമാനങ്ങൾക്ക് വൻ ഭീഷണിയാണെന്ന് സുരക്ഷാ ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നു. സൈനിക പോരാട്ടങ്ങൾക്കിടയിൽ റഡാറുകൾക്ക് സംഭവിക്കുന്ന പിഴവുകൾ കാരണം സിവിലിയൻ വിമാനങ്ങളെ ശത്രു വിമാനങ്ങളായി തെറ്റിദ്ധരിച്ച് ആക്രമിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ആകാശത്ത് വെച്ച് ഇവ തകർക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ പതിക്കുന്നതും വലിയ അപകടങ്ങൾക്ക് വഴിതെളിക്കും. മുൻകൂട്ടി യാതൊരു അറിയിപ്പുമില്ലാതെ ഏത് നിമിഷവും സൈനിക നീക്കങ്ങൾ ഉണ്ടാകാം എന്നതിനാൽ വിമാനങ്ങളുടെ വഴിതിരിച്ചുവിടലിന് വേണ്ടത്ര സമയം ലഭിച്ചെന്ന് വരില്ല. ആകാശത്ത് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വിമാന കമ്പനികൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കും. സാഹചര്യം വഷളായതിനെ തുടർന്ന് ഇറാൻ, ഇറാഖ്, ലബനൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമപാതകൾ ഒഴിവാക്കണമെന്ന് EASA നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ UAE അടക്കമുള്ള GCC രാജ്യങ്ങളിലേക്കും വിലക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇതിനിടെ UK ഫോറിൻ ഓഫീസും UAEയിലേക്കുള്ള യാത്രാ നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. മേഖലയിലെ സുരക്ഷാ സ്ഥിതി ഏത് നിമിഷവും പ്രവചനാതീതമായി മാറാമെന്നും അതിനാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന പൗരന്മാർ കടുത്ത ജാഗ്രത പാലിക്കണമെന്നും ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകുന്നു.
പെട്ടെന്നുണ്ടായ ഈ ആകാശപാത മാറ്റം ആഗോള വ്യോമയാന മേഖലയെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. വിമാനങ്ങൾ ദീർഘദൂരം ചുറ്റിപ്പറക്കേണ്ടി വരുന്നത് യാത്രാ സമയവും ഇന്ധന ചെലവും വൻതോതിൽ വർദ്ധിപ്പിക്കും. ഇത് ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരാനും പ്രവാസികളുടെ യാത്രകൾ അനിശ്ചിതത്വത്തിലാകാനും കാരണമാകും. എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാം എന്നുള്ള സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രാ വിമാനങ്ങൾക്ക്, ഈ സിവിലിയൻസുമായി പറക്കുന്ന വിമാനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ നേരിടാം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ വ്യോമപാതകൾ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം യൂറോപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ വലിയ ഭയത്തിലേക്ക് രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്.